ഈ ടൂളിൽ ആദ്യമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഡേയ്സ്, ഇപ്പോൾ SLC എക്സാമിന് എത്ര ദിവസമുണ്ട്, അതേമാതിരി എത്ര സബ്ജക്ട്സ് ഉണ്ട്. പിന്നെ വരുന്നത് ടൈം ടേബിളാണ്. ടൈം ടേബിൾ വിത്ത് ഡേറ്റ്സ് ആൻഡ് ടൈം. ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പോൾ കോൺഫിഡൻസ് ട്രാക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺഫിഡൻസ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിന് എത്രത്തോളം കോൺഫിഡൻറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ലോ ആണ്, ലോ ആയിട്ട് മാർക്ക് ചെയ്യാം മലയാളം. അതേപോലെ നമുക്ക് വേറെ വരുന്ന വിഷയം ഇംഗ്ലീഷ്, ഇപ്പോൾ ലോ ഹൈ കോൺഫിഡൻസ് ആണെങ്കിൽ ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ഇത് ടോട്ടൽ എക്സാം മാർക്കാണ്. പിന്നെ അതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ എത്രയാണെന്ന് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ ഇതിൻ്റെ ചാപ്റ്റേഴ്സ്, ഓരോ സബ്ജക്റ്റിന് ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 4 സബ്ജക്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഇതിൽ നമുക്ക് പാരൻ്റ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ടൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആ സബ്ജക്റ്റിൽ എന്തൊക്കെ അവനറിയാം എന്നുള്ളതാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ബയോളജിയിലെ ഒരു സബ്ജക്റ്റ്, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു കിച്ചൺ ടേബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറായിട്ട് റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇയറിൽ ഒരു ഫ്ലൂ വന്നു, അതെങ്ങനെയാണ് മാറിയത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ മൊസ്കിറ്റോ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സിക്ക് ആവില്ല, എല്ലാവർക്കും ഡെങ്കും ചിക്കൻ ഗുനിയും വരില്ലല്ലോ. അതിന് കാരണം എന്താണ്? അപ്പോൾ കുട്ടിയുടെ ആ ഒരു അറിവ് നമ്മൾ പരിശോധിക്കുന്ന ഒരു രീതിയാണ്.